പ്രിയപ്പെട്ടവരെ, ഞാൻ രാജേഷ് കങ്ങാടൻ, ചാലക്കുടി സ്വദേശം. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ വിട്ടുപോയ കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നിലവിൽ കേരളത്തിലെ മുഴുവൻ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാര വിപണന മേഖലയിലെ സുഹൃത്തുക്കൾ നേരിടുന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് പൊതുജന സമക്ഷമവും കേരള വാഹന ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ മുന്നിലും അതുപോലെ തന്നെ കേരളത്തിലെ ഗതാഗത വകുപ്പ് തലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, സെക്കൻഡ് ഹാൻഡ് വ്യാപാര വിപണന മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം കണക്കെടുക്കുന്നതിന് മുൻപ് തന്നെ ചാലക്കുടിയെ സംബന്ധിച്ച് ഒരു ഔട്ട്ലൈനായിട്ട് ഞാൻ പറയാം. ചാലക്കുടിയിൽ 15-ലധികം വരുന്ന ഷോറൂമുകൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 150-ലധികം ആളുകൾ ആ മേഖലയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പരോക്ഷമായിട്ട് 1000-ലധികം പേർ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ പെയിൻറ്റർ മുതൽ സ്പെയർ പാർട്സ് വിൽക്കുന്ന ആളുകൾ വരെ അതിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, വരുമാനം പറ്റുന്ന ആളുകളാണ്. നിത്യത്തൊഴിലായിട്ടും ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഏകദേശം ഒരു മാസത്തെ കണക്കെടുത്താൽ 3 കോടിയിലധികം രൂപ ചാലക്കുടിയിലെ ആർടി ഓഫീസിൽ ഇപ്പോൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്ക്, അന്യസംസ്ഥാനത്തു നിന്ന് വന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്ക് കേരളത്തിൽ രജിസ്ട്രേഷൻ നടത്തി ഇവിടെ വിൽക്കണമെങ്കിൽ 2 ലക്ഷത്തിലധികം രൂപ ടാക്സായി അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു ട്രാവലർ ആണെങ്കിൽ ട്രാവലറിൻ്റെ സീറ്റിനനുസരിച്ച് 30,000 മുതൽ 50,000 വരെ ആർടി ഓഫീസിൽ ടാക്സായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചാലക്കുടിയിൽ തന്നെ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ 3 കോടിയിലധികം രൂപ വരും. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം കണക്ക് നിങ്ങളൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് നിയമത്തിൻ്റെ വഴിക്കൂടെ തന്നെ നടക്കട്ടെ, അതിന് യാതൊരു തടസ്സവുമില്ല. ഗവൺമെൻറ് തീരുമാനിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി നിൽക്കാൻ എല്ലാ കച്ചവടക്കാരും തയ്യാറാണ്. ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യം ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനം കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ ലൈസൻസ് ഉള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂം തുടങ്ങണം എന്നൊരു അറിയിപ്പ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി. ചാലക്കുടിയിലെ ഭൂരിഭാഗം വരുന്ന കച്ചവടക്കാർ അവർക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രാഥമിക പ്രവർത്തികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയപ്പെട്ട അധികാരികളോട് പറയുന്നത്, ലൈസൻസ് എന്നൊരു സംവിധാനം ഞങ്ങൾക്ക് സുരക്ഷിതമാണ്. ലൈസൻസ് എടുക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. പക്ഷേ അത് വളരെ സുതാര്യമാക്കി തന്നാൽ, അതെടുക്കാനുള്ളൊരു സൗകര്യം നമ്മൾക്ക് സുതാര്യമാക്കി തന്നാൽ ഞങ്ങളെല്ലാവരും ആ ലൈസൻസ് എടുക്കാൻ തയ്യാറുമാണ്. സുതാര്യം മാത്രമല്ല, ലൈസൻസിൻ്റെ ചട്ടങ്ങളും രീതികളും അതിൻ്റെ സാമ്പത്തികവും നമുക്കനുസൃതമായ രീതിയിൽ ചെറിയ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ലൈസൻസ് എടുക്കാൻ തയ്യാറാണെന്ന് കൂടി അറിയിക്കട്ടെ. വിവിധ കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കിട്ടിയ ഒരു അറിയിപ്പ് മൂലമാണ് ഞാനിത് പറഞ്ഞത്. പല ആളുകളും ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കണം. അതുകൂടി സൂചിപ്പിച്ചാൽ നമുക്കൊക്കെ ലൈസൻസുമായി മുന്നോട്ട് പോകാൻ വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങളതിന് തയ്യാറാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. അതുപോലെ തന്നെയാണ് ഇപ്പം നിലവിൽ നമ്മൾ പേര് മാറാൻ OTP വേണം. ഞാൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഈ OTP പഴയ വണ്ടികളുടെ RC ഓണർമാർ വിദേശത്തോ വേറെ എങ്ങോട്ടെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് OTP കിട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾക്കൊരു 10 രൂപയ്ക്ക് കിട്ടണത് എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി മാറ്റിയിട്ട് അങ്ങനെ വണ്ടികളൊക്കെ ചെന്ന് വാങ്ങിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു 10 രൂപ ലാഭം കൂടുതൽ കിട്ടുക. അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ ആ വണ്ടികൾ വാങ്ങി അത് ഓടുവാൻ ആവശ്യമല്ല എല്ലാ പണികളും കഴിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് രംഗത്ത് വരുമ്പോൾ ഈ OTP കിട്ടാനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത്തരം OTPയുടെ ഒരു സംവിധാനത്തിന് ഇത്തിരി കൂടി സുതാര്യമാക്കണമെന്ന് കൂടി ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെയാണ് പൊല്യൂഷൻ്റെ കാര്യത്തിലും. പൊല്യൂഷനൊക്കെ എടുക്കണമെങ്കിൽ OTP വേണമെന്ന് പറഞ്ഞാൽ
ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. സുതാര്യമാക്കണം എന്ന് ഒന്നുകൂടി പറയുകയാണ്. സുതാര്യമാക്കി കിട്ടിയാൽ ഞങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ ഒരുപാട് കച്ചവടം ചെയ്ത് മുന്നേറാൻ സാധിക്കും. കാരണം വലിയൊരു തുകയാണ് ഈ ഇനത്തിൽ ഞങ്ങൾ RT ഓഫീസുകളിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന തുക. അപ്പം ഞങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാർ എല്ലാവരും ഗവൺമെൻറ്റിലേക്ക് തരുന്ന നികുതിപ്പണം വലിയൊരു തുകയാണെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ടൂറിസ്റ്റ് ബസ്സുകാരുടെ വിഷയം. ആ വിഷയത്തിൽ കളർ കോഡ് അടിക്കുന്ന കാര്യത്തിലും സർക്കാർ നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് കൂടി പറയുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളെയും ക്ഷേമനിധിയുടെ കാര്യം ഇത് തന്നെയാണ് വിഷയം. ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും സൂചിപ്പിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്ഷേമനിധി മുടങ്ങിക്കിടക്കുന്ന വണ്ടികൾ, ലൈഫ് ടാക്സ് ഉള്ള വണ്ടികൾക്ക് ക്ഷേമനിധി അടപ്പിക്കുമ്പോൾ ലൈഫ് ടാക്സിൽ ഇറങ്ങിയ വണ്ടിക്ക് ക്ഷേമനിധി പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. 9% പലിശയാണ് അതിന് ഈടാക്കുന്നത്. സർക്കാരിൻ്റെ കുറ്റം കൊണ്ട് പലിശ മുടങ്ങിക്കിടന്ന ക്ഷേമനിധി മുടങ്ങിക്കിടന്ന വണ്ടികളുടെ ക്ഷേമനിധിക്ക് പലിശ വാങ്ങുമ്പോൾ ആ പലിശ ഞങ്ങളെന്തിനു കൊടുക്കണം? ലൈഫ് ടാക്സ് ഉള്ള വണ്ടിക്ക് എന്തിനാണ് ഞങ്ങൾ ക്ഷേമനിധി പെൻഡിങ് കിടന്നതിന് പലിശ അടയ്ക്കുന്നത്? ഇത്ര ഭീമമായൊരു തുക ക്ഷേമനിധി അടയ്ക്കുന്നത്. ക്ഷേമനിധി കൊണ്ട് എന്ത് ഉപകാരമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത്? പക്ഷേ അങ്ങനെയുള്ള ക്ഷേമനിധിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണമെന്ന് കൂടി ഒരു അഭിപ്രായം കൂട്ടിച്ചേർക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്ന് ഞങ്ങളോട് ഒന്ന് സഹകരിക്കണമെന്നാണ് പ്രിയപ്പെട്ട വാഹന വിപണന മേഖല കച്ചവടത്തിലെ അസോസിയേഷൻ്റെ ആളുകളോടും ഈ വിവരങ്ങളൊക്കെ പൊതുജനസമക്ഷം അറിയുന്നതിനും അധികാരികളെത്തിനും വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. മുക്കിന് നിരീക്ഷണ ക്യാമറകൾ സർക്കാർ വെച്ചിട്ടുണ്ട്. സർക്കാർ നിരീക്ഷണ ക്യാമറകൾ വെക്കിയിട്ട് സീറ്റ് ബെൽറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ മൊബൈൽ സഞ്ചരിച്ച് പോകുന്നവരെ പിടികൂടാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് തർക്കമില്ല. അങ്ങനെയൊരു സംവിധാനം സർക്കാർ വെച്ചതിലൊരു തർക്കവുമില്ല. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. പക്ഷെ അങ്ങനെ വരുന്ന ഫൈനുകളൊക്കെ അടയ്ക്കാനും അത് സുതാര്യമാക്കി തരാനും ചെയ്താൽ ഞങ്ങൾക്ക് അതടച്ച് പലപ്പോഴും 30-ലധികം ഫൈനൊക്കെ കിട്ടിയ വണ്ടികൾ ഞങ്ങൾ കച്ചവടം ചെയ്യാൻ പറ്റാതെ കച്ചവടം നടത്താതെ തിരിച്ചു വന്നിട്ടുണ്ട്. പല അകലങ്ങളിലൊക്കെ പോയി ഈ ഫൈൻ്റെ ഒരൊറ്റ പേരിൽ. അതൊന്ന് സുതാര്യമാക്കി തരാൻ ശ്രമിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.